റേഡിയം കിടക്കുന്നുണ്ട്. സോ വെരി ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8:07. നമ്മളതാ അമ്മയെ ശബരിയിൽ കൊണ്ടാക്കാണ്. ഇന്ന് August 15 ഇന്നിപ്പോൾ അവർക്ക് 8 മണിയാകുമ്പോഴേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ 8 മണി തന്നെ ആയി. 8:07 സോറി 8:15 എത്താമെന്ന് പറഞ്ഞ് 8:15 എത്തണം പറഞ്ഞു. 8:07 അപ്പോൾ വരുന്നുണ്ടാവും അമ്മ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും, ചിലപ്പോൾ പോകേണ്ടി വരില്ല. അപ്പോൾ പോകേണ്ടി വരികയാണെങ്കിൽ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കുട്ടി വീഡിയോ വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ നല്ല കൂലി കണ്ടു. എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായി വെച്ചാൽ ഇല്ല, ഒരു ആവറേജ് പടം. കുറേ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ എക്സ്പെക്റ്റേഷനൊക്കെ പോയി. പക്ഷെ അമീർ ഖാൻ്റെ ആ ഷോട്ട്സൊക്കെ അടിപൊളിയായിരുന്നു, അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പോൾ പേര് പറയാനില്ല, അപ്പോൾ സ്പോയിലറായി പോകും, അപ്പോൾ അത് വേണ്ട. എന്തായാലും കുറച്ച് അടിപൊളി സിനിമാറ്റിക് ഷോട്ട്സ് ഉണ്ട്, കുറച്ച് സ്ലോ മോഷൻ ഉണ്ട്, അടിപൊളി സാധനമാണ്. എല്ലാവർക്കും പോയി കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അമ്മയെ കൊണ്ടാക്കിയിട്ട് വരാം ഗൈസ്. എന്താല്ലേ ഇതൊരു മഴയാണ്. അതാ കയറുന്ന ഓൻ്റെ ഗൈസ് ഒന്നും പറയണ്ട, എന്തൊരു മഴ അറിയോ. August 15 തീരുമാനമായി. അല്ല അവർ പിന്നെ വിവേകാനന്ദർ അവിടെ ഇട്ടിട്ട് റെഡിയാക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് എൻ്റെ വരാം ഗൈസ്. രാവിലെ 10:25 നമ്മളിപ്പോൾ അത് അമ്മയെ ശബരിയിൽ കൊണ്ടുവരാൻ പോകുന്നു ഗൈസ്. സമയം ഇപ്പോൾ 10:49. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ the next day. രാവിലെ തന്നെ അമ്മ ഇതാ കൊണ്ടാക്കിയത്, അമ്മ പോയി. നമുക്കെന്നാ പോവാം ഗൈസ്. ഓക്കെ ഞാൻ എന്താ വിചാരിച്ചു സൗണ്ട് കേൾക്കണം. എന്താ ഇവിടെ ജനറേറ്റർ കൊടുന്ന് വെച്ചാൽ എന്തിനാണെന്നും അറിയില്ല. സോ നമുക്കെന്നാ പോവാം. വീട്ടിലെത്തിയ സമയത്ത് വെച്ചാൽ എന്തായാലും വാച്ച് ഡെഡായി, ചാർജ് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ വീട്ടിൽ കയറാം ഗൈസ്. സമയം 4:03. അപ്പോൾ അമ്മയെ കൊണ്ടുവരാൻ പോവാ ഗൈസ്. കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ സമയം 4:03 അപ്പോൾ നമുക്കൊന്ന് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ടെമ്പറേച്ചർ ശരിയായിട്ടില്ല, അപ്പോൾ അതൊക്കെ ശേഷം അതിൻ്റെയൊക്കെ ശേഷം കാണിച്ചു തരാം ഗൈസ്. നല്ല മഴക്കാറുണ്ട്. ഞാൻ ഒന്ന് AC ഓണാക്കി ഇട്ടു. സമയം എത്രയാണെന്ന് അറിയും, കാണിച്ചു തരാം. ഇതാ മറ്റേ ജനാംശിതര ഓപ്പോസിറ്റ് സൈഡ് കാറ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ ഒരു മെറിഡിയൻ കിടക്കുന്നുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് വേറെ ഏതോ കാർ കിടക്കുന്നുണ്ട്, അത് മനസ്സിലാവുന്നില്ല. മെറിഡിയൻ കാണാൻ ചന്തണ്ട കേട്ടോ. മെറിഡിയൻ ഇതാ കാണാനുണ്ടാവുന്ന ചോദിക്കുന്നത് മെറിഡിയൻ. നമ്മുടെ വണ്ടിയുടെ സർവീസ് ആയിരുന്നു, 1 വർഷമായില്ലേ. കിലോമീറ്റർ 13,972 കിലോമീറ്റർ ഓടി. അതാ ഇന്ത്യൻ ബസ് പോകണം. ഈ മെറിഡിയൻ കാണാൻ നല്ല ചന്താണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഗൈസ് മെറിഡിയൻ. ഇതിന് മുന്നേ കണ്ടിട്ട്, പക്ഷെ ഇങ്ങനെ അടുത്തായിട്ടും കുറേ നേരം ഇങ്ങനെ നിന്നിട്ടും കാണണം. ഞാൻ ആദ്യമായിട്ടാണ് മെറിഡിയൻ. ചെറുതായിട്ട് മഴയും പൊടിയുണ്ട് ഗൈസ്. ആൻസർ ടോ ചെയ്തുകൊണ്ട്, ടോ അല്ലല്ലേ, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, അതാണ് ടോ ചെയ്തുകൊണ്ട് പോകണം. ബസ് ഇതൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് കാര്യം ചെയ്യാം. അടുത്ത 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര കാറ് എത്ര ബൈക്ക് പോകും, ബൈക്കാണ് എത്ര കാറ് പോകും നോക്കാമല്ലോ. 1 മിനിറ്റ് ഞാൻ സെൻറ്ററിലേക്ക് ഇട്ടാൽ സെൻറ്ററിൽ പോണ വണ്ടികൾ മാത്രം കൗണ്ട് ചെയ്താൽ മതി. 1 മിനിറ്റിൽ എത്ര വണ്ടി പോകും നോക്കാം ഗൈസ്. അപ്പോൾ ടൈം സ്റ്റാർട്ട്സ്. ആ ട്രാക്കും ഈ ട്രാക്കും കൂട്ടിട്ടോ ഗൈസ്. സ്റ്റാർട്ട് ചെയ്ത് ടൈം സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ സ്കൂട്ടിയാണ്. ഒരു കാറ് പോയി, 1, 2 പോയി, 2 കാറായിട്ടുണ്ട് ഇപ്പോൾ. 5 കാറായി, 3 കാറായി, 4, 5, 6, 7, 8, 9, 9
33 കാറ് പോയി ഗൈസ്. 36, 37, 10, 11, 12, 13, 13 കാറായി. 14, 15. 1 മിനിറ്റ് കഴിഞ്ഞ് ഗൈസ്. സമയം ഇപ്പം 5:04. അപ്പോൾ 1 മിനിറ്റിൽ ഇവിടെ 16 വണ്ടി പോകുന്നുണ്ട്, 16 കാർ. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ കണക്ക് കൂട്ടിയൊക്കെ 15 മുതൽ 20 കാർ കൂട്ടിക്കോ മിനിമം. പീക്ക് അവേഴ്സ് അല്ലാത്ത സമയത്ത് നല്ല മഴ ചാറുണ്ട്, മഴ തുള്ളിയിട്ടുണ്ട് ഗൈസ്, മഴ തുള്ളിയുണ്ട്. രാത്രി നല്ല മഴ പെയ്യുമല്ലോ വിചാരിക്കുന്നു. 30 വരാം. 10 പോണ്ടിട്ടുണ്ട്. ബൈ.